ഹലോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള അൾട്രാ വയലറ്റിൻ്റെ ഷോറൂമിലാണ്. F77 Mark IIൻ്റെ ഒരു വാക്ക് അറൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ വന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോറൂമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയാലും ശരി, അതുപോലെ ഒരു നീറ്റ്നെസ് ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ടാണ് ഇവരിവിടെ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ തിരക്ക് കുറവായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ വണ്ടികളും കാര്യങ്ങളെല്ലാം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വണ്ടിയുടെ സ്പെക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും വളരെ പ്രൊഫഷണൽ ടച്ചിലാണ്. ഇവിടെ കണ്ടോ, F77 ബാഡ്ജിങ്ങോട് കൂടി വരുന്ന നൈക്കിൻ്റെ സ്നീക്കേഴ്സും ഹെൽമെറ്റും ഒക്കെ ഇവരിവിടെ ഡിസ്പ്ലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവനെയാണ് നമ്മളിന്ന് വാക്ക് അറൗണ്ട് റിവ്യൂ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ബൈക്കുകളുടെ രാജകുമാരനം തന്നെ നമുക്ക് F77 വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ആദ്യം ഇറങ്ങിയ മാർക്ക് 1 മോഡലിനേക്കാളും ഒത്തിരി സവിശേഷതകളോടു കൂടിയാണ് സെക്കൻഡ് മാർക്ക് 2 അവർ പുറത്തിറക്കിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ആയിട്ട് അൾട്രാ വയലറ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളർ ടോണും ഭയങ്കര രസമുള്ളൊരു കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RR310 വരുന്ന സെയിം ഒരു ടൈപ്പ് സ്വിച്ച് ക്യൂബ്സ് ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇനി ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റീകോണിൻ്റെ ഒരു ബാഡ്ജിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഇൻ്റർഫേസ് തന്നെയാണ് F77 Mark IIലും വരുന്നത്. എനിക്ക് ആക്ച്വലി ഈ സൈഡിലായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ടാങ്കിൻ്റെ താഴേക്ക് വരുന്ന വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പ്, ഇത് വണ്ടിക്ക് വളരെ നല്ലൊരു അഗ്രസീവ് ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും അൾട്രാ വയലറ്റിൻ്റെ ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് ഒരു കുട്ടി വിംഗ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടി ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്രാഷ് ഗാർഡായിട്ടും ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് അടുത്തായിട്ട് കാണുന്ന ഈ ഒരു എയർ വിൻഡ് ഉണ്ടല്ലോ, ഇത് മോട്ടറിനെ കൂൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു എയർവേ ആണ്. പഴയ മോഡലിലെ ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്നത് പ്ലാസ്റ്റിക്കിലായിരുന്നു കേട്ടോ. എന്നാൽ പുതിയ മാർക്ക് 2 വരുന്നത് മെറ്റൽ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് പെഡൽസ് ഒക്കെ വളരെ ഗ്രിപ്പിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി റബ്ബേഴ്സുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിറകിലിരിക്കുന്ന ആളിന് ചവിട്ടുമ്പോൾ വളരെയധികം ഗ്രിപ്പ് നൽകുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേ സെയിം ഒരു പെഡൽ തന്നെയാണ് ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിത് ഈ ഒരു ഡിസൈൻ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിൽ കാണുന്നത്. ബാക്കിയുള്ളതിലൊക്കെ സാധാരണ ലൈൻസ് പോലെ ആയിരിക്കും. ഇതിലൊരു റൗണ്ടഡ് ഷേപ്പിൽ ഒരു പ്രത്യേക രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ F77 ഒരു ചെയിൻ ഡ്രിവൻ വെഹിക്കിൾ ആണെന്ന് അറിയാമല്ലോ. ഇത് ഓവർ പവർ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതിൽ ചെയിൻ ഡ്രിവൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ R15 വരുന്നത് പോലത്തെ ഒരു മഡ് ഗാർഡ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആക്ച്വലി ഈ ഒരു മഡ് ഗാർഡ് ഉണ്ടെങ്കിലും പുറകിലിരിക്കുന്ന ആളിന് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മഡ് ഗാർഡിലൂടെ നമുക്ക് എന്തായാലും ഒരുപാട് കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRFൻ്റെ സ്റ്റീൽ ബ്രേസ് റേഡിയൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന W റേറ്റഡ് ടയേഴ്സാണ് F77 വരുന്നത്. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന W റേറ്റഡ് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ കോർണറിങ്ങിനും ബ്രേക്കിങ്ങിനും ഒക്കെ വളരെയധികം പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150/60 സൈസാണ് ബാക്ക് ടയേഴ്സ് കൊടുത്തിരിക്കുന്നത്. 150യുടെ സൈസുള്ള ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറകിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കാണുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ ബ്രേക്ക് പെഡൽസും വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മിനിമൽ ആയിട്ടുള്ള ഡിസൈനിലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 160 mm ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള റോഡിലൊക്കെ ഇത് ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടി വരും. സോ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു കാര്യം. ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്ക് സൈഡിലും ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്.
ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോക്സ് എല്ലാം കവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ F77 ഒരു ബാഡ്ജിങ്ങും അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതാ ഇവിടെ ആയിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് കാണാൻ പറ്റും കേട്ടോ. അത് ആക്ച്വലി മഡ്ഗാർഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഈ ഓഫ് റോഡ് പോലെയൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മഡ്ഗാർഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലും MRFൻ്റെ സ്റ്റീൽ ബ്രേസിൻ്റെ റാഡിയൽ ടയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗിയർ ഷിഫ്റ്റർ കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡും അതിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ TVSനെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എവിടെയൊക്കെയോ കണ്ടു മറന്ന ഒരു ഡിസൈൻ എനിക്ക് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളതായിട്ട് തോന്നി. F77 ഫ്രണ്ട് പോർഷൻ വെച്ച് നോക്കുമ്പോൾ ബാക്ക് പോർഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. സീറ്റ് ആക്ച്വലി കുറച്ച് റഫ് ആയിട്ടുള്ളൊരു സീറ്റാണ് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള സീറ്റാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ലെവൽ വന്നിട്ട് 0-ലാണ് കിടക്കുന്നത്. വണ്ടിയിൽ ആക്ച്വലി 9 ലെവൽസ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ത്രോട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു തരം ബ്രേക്കിംഗ് ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് പവർ ബാറ്ററിയിലേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് റീചാർജ് ചെയ്യാനായിട്ട് സഹായിക്കും. മാർക്ക് 1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് TFT ഡിസ്പ്ലേയിൽ റൈറ്റിങ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ലേ ഔട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതിൽ റീജൻ ആഡ് ആയിട്ടും ഉണ്ട്. ഇനി ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹെഡ്ലൈറ്റ്സ് മാത്രമല്ല ഇൻഡിക്കേറ്റേഴ്സും LED-യിലാണ് F77 കൊടുത്തിരിക്കുന്നത്. മുകളിലായി കാണുന്നത് ഹൈ ബീമും താഴെയായി കൊടുത്തിരിക്കുന്നത് ലോ ബീമുമാണ്. പിന്നെ ഈ V ഷേപ്പിൽ കാണുന്നത് DRL ആണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ലോ ബീം വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ടണലിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോ ബീം ഓട്ടോമാറ്റിക്കലി തന്നെ അഡ്ജസ്റ്റ് ആവും. അത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ F77 കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസിനുമായിട്ടും ടെസ്റ്റ് ഡ്രൈവിനായിട്ടും പാലാരിവട്ടത്തുള്ള അൾട്രാവയലിൻ്റെ ഷോറൂമുമായി ബന്ധപ്പെടുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.